ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. ഇസങ്ങൾ ഏതെങ്കിലും മാനവ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? സാറേ, ഈ വിഷയത്തിൽ നമ്മുടെ ഈ വായിച്ച ഭാഗത്ത് അപ്പം ആ യാതനാസ്ഥലത്ത് നിന്ന് ഒരാൾക്ക് അബ്രഹാമിന്റെ മടിയിലേക്കും അബ്രഹാമിന്റെ മടിയിൽ നിന്ന് മറ്റ് യാതനാസ്ഥലത്തേക്കും പോകാൻ സാധിക്കില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞതും, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ആ വ്യക്തി മരിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസികൾ മരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ മരിക്കുന്നു, നിത്യരാജ്യത്തിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അത് വളരെ ഉറപ്പായ ഒരു കാര്യമാണ്, അല്ലേ? ഇനി ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്നിട്ട് ചോദ്യങ്ങളുള്ളത്. ഈ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ എനിക്ക് തോന്നുന്നത് കേൾവിക്കാർക്ക് ഒരുപക്ഷെ ചോദ്യങ്ങളുണ്ടായിരിക്കാം. പ്രേതകഥകള്, അതായത് പ്രേതത്തെ കണ്ട കഥകള്, പ്രേതവുമായിട്ട് സംസാരിച്ച കഥകള്, ഭയപ്പെട്ട് പനിച്ച കഥകള്, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറയാം. അപ്പോൾ പ്രേതങ്ങൾ ഉണ്ടെന്ന് വരുമല്ലോ? പ്രേതങ്ങളുണ്ടല്ലോ. ബൈബിള് വളരെ വ്യക്തമല്ലേ? സാത്താനും അവന്റെ ദൂതന്മാരും. അതെന്താ ഈ പ്രേതങ്ങൾ എന്ന് പറയുന്നത്? നമ്മള് വചനത്തിൽ അനേക വെളിപ്പാടുകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ധാരാളം തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും. ഏദനിലെ ആദമിനെ കൊണ്ട് ഏദനിലാക്കിയിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനവനെ ആക്കിയെന്ന് പറഞ്ഞാൽ വേല ചെയ്യുവാനും കാപ്പാനും, ആ തോട്ടം കാത്തു സൂക്ഷിക്കാൻ. ആരെ കാക്കാൻ? ആകെ അവർ രണ്ടുപേരും ഉള്ളല്ലോ. ആ തോട്ടമൊക്കെ അടിച്ചു വൃത്തിയാക്കി അതിനെ കീപ്പ് ചെയ്യുക, ടു കീപ്പ് ആൻഡ് ടു ഗാർഡ്. വേല ചെയ്യുവാനും അതിനെ കാപ്പാനും. ദുഷ്ടൻ, അതായത് സാത്താന്റെ സൈന്യത്തിന് അവിടെ പ്രവേശനം കൊടുക്കാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ കൂടെ അവർക്കുണ്ടായിരുന്നു. ആ ഒരു ധ്വനിയും കൂടെ വാക്യത്തിൽ. ഞാൻ വിചാരിച്ചത് തോട്ടമൊക്കെ അടിച്ച് വൃത്തിയാക്കി നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇട്ടേക്കണം. അല്ലല്ല, അത് സൂക്ഷിക്കാൻ കൂടെയായിരുന്നു. അത് ദൈവത്തിന്റെ കൽപ്പനയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനയിൽ അതുണ്ടായിരുന്നു. ഇനിയും വചനത്തിൽ ഒരുപാട് വെളിപ്പാടുകളുണ്ട്. ആരാണിതെന്ന് എന്നാൽ ലളിതമായിട്ട് നമുക്ക് വെളിപാട് 12-ാം അധ്യായം എടുത്താൽ ബൈബിളിലെ അവസാന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു യുദ്ധം സ്വർഗത്തിൽ നടക്കുന്നത് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് സഭ മാറ്റപ്പെട്ട് പീഡനകാലത്തിന് മധ്യഭാഗത്ത് വെച്ച് നടക്കുന്ന ഒരു യുദ്ധമാണിത്. അതിന്റെ 7-ാം വാക്യം നോക്കിയാൽ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. കണ്ടോ? മഹാസർപ്പത്തോട് പടവെട്ടി. അവന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും. അപ്പോൾ മഹാസർപ്പവും ഈ സർപ്പത്തിന് ദൂതന്മാരുമുണ്ട്. ആരാണ് ഈ മഹാസർപ്പം? 9-ാം വാക്യം നോക്കി. 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇവിടെ നോക്കിയേ, പിശാചും സാത്താനും എന്ന മഹാസർപ്പം. അപ്പം ഈ മഹാസർപ്പം എന്നൂടെ പറഞ്ഞിരിക്കുന്നത് സാത്താനാണ്. ഈ സാത്താന് ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരാരാണെന്ന് ചോദിച്ചേക്കാം. ഈ ദൂതന്മാരാരാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ വായിക്കുന്നുണ്ട്, അവൻ സ്വർഗത്തിൽ ഉള്ള ദൂതന്മാരിൽ 1/3 താഴെ കൊണ്ടുവന്നു. അത് അവര് ദൈവദൂതന്മാർ തന്നെയായിരുന്നു, പക്ഷെ ദൈവത്തിനെതിരെ മത്സരിച്ചതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ വാലുകൊണ്ട്. അതിന്റെ 3-ാം വാക്യം നോക്കിയേ, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ളൊരു മഹാസർപ്പം. നമ്മൾ എന്താണെന്ന് ചിന്തിച്ചു. ഇനി നോക്കിയാട്ടെ അടുത്ത ഭാഗം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. യെസ്, ഈ വാലെന്ന് പറഞ്ഞ എന്താ? അതിന്റെ വാല ഈ തള്ളിക്കളഞ്ഞത്. യെശയ്യാ 9:15 നോക്കി. ഈ വാലെന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണോ? യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 15-ാം വാക്യം. 9-15 വാക്യത്തിൽ, മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകനാണ്. ദൂതന്മാരോട് ഇവൻ അസത്യം പറഞ്ഞു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മകളിൽ സിംഹാസനം വെക്കാൻ സാധിക്കും, നമുക്ക് സാധിക്കും. വലിയൊരു നുണയാവും. അവന്റെ വാലുപയോഗിച്ചു, അസത്യം ഉപയോഗിച്ചു. ദൂതന്മാരിൽ 1/3 അവൻ കാപട്യത്തിൽ കൊണ്ടുവന്ന് അവരെ തെറ്റിച്ചളഞ്ഞു. ബൈബിളിൽ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് എത്ര ദൂതന്മാരുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ദൈവം സൃഷ്ടിച്ച കോടാനുകോടി ദൂതന്മാരുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അവരിൽ 1/3 ഇവൻ തെറ്റിച്ചു അവന്റെ വാലുകൊണ്ട്.
ആ വാലുകൊണ്ട് തെറ്റിച്ച് അവരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതാണ് വാസ്തവത്തിൽ സാത്താനോട് കൂടെയുള്ള അവന്റെ ദൂതന്മാർ, ഓഹോ അത് ശരി, വീണുപോയ ദൂതന്മാർ. ഈ ദൂതന്മാരും സാത്താനും കൂടെ പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് മീഖായേലും അവന്റെ ദൂതന്മാരുമായിട്ട് പടവെട്ടുന്നുണ്ട് സ്വർഗത്തിൽ. ഇന്നും സാത്താൻ സ്വർഗത്തിൽ കയറിച്ചില്ല. എന്നാൽ ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ സ്ഥാനം സ്വർഗത്തിൽ കണ്ടില്ല. ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് 12-ാം വാക്യം, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിന് അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ള അറിഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കും. അപ്പോൾ പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് സാത്താനും അവന്റെ ദൂതന്മാരും ഭൂമിയിലായിരിക്കും. ഇന്ന് ആകാശമണ്ഡലത്തിൽ വിഹരിക്കുകയും സ്വർഗത്തിൽ അവർ കരേറി ചെല്ലുകയും ചെയ്യുന്നു. ഭൂമിയിലും ഉണ്ടല്ലോ, ഇന്നും ഭൂമിയിലും ഉണ്ട്. പക്ഷേ സ്വർഗലോക മണ്ഡലങ്ങളിൽ അവർ വിഹരിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ സ്വർലോകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് അവൻ ഇവിടെ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞ ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, ഇവൻ അല്പകാലമേ ഉള്ളെന്നറിഞ്ഞ് ഇവൻ വരിക. അപ്പൊ ഇപ്പം ഈ സാത്താന്റെ നുണയും വഞ്ചനയും ഒക്കെ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ഞാൻ മനസ്സ് വെച്ചാൽ മാനസാന്തരപ്പെട്ട് സത്യനാഥനിൽ സത്യനായകനായ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ എനിക്ക് വേണേ സാധിക്കും. എന്നാൽ ഇന്നും സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം അതിന്റെ 9-ാം വാക്യം നോക്കിയേ. അന്ന് ദൂതന്മാരെ പറ്റിച്ച പോലെ തന്നെ 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു ഭാഗമല്ല, ഭൂതലത്തെ മുഴുവൻ അവന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക. വിദ്യാഭ്യാസം കൊണ്ടുവന്നാൽ മനുഷ്യൻ നന്നാകും, സാമ്പത്തിക ഉന്നമനം കൊണ്ടുവന്നാൽ അവൻ നന്നാകും, സംസ്കാരം കൊടുത്താൽ നന്നാകും, ചില ഇസങ്ങൾ കൊണ്ടുവന്നാൽ അവൻ നന്നാകും, സമത്വം കൊണ്ടുവന്നാൽ നന്നാകും, ക്യാപിറ്റലിസം കൊണ്ടുവന്നാൽ നന്നാകും, സോഷ്യലിസം കൊണ്ട് മനുഷ്യനെ വാസ്തവത്തിൽ വഞ്ചിക്കുക. മനുഷ്യന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇതൊന്നും അല്ല. മനുഷ്യൻ നന്നാകാത്തതിന്റെ കാരണം അവന്റെ പാപമാണ്. അപ്പൊ ഇവരുടെ ഈ ഇസങ്ങളുടെ എല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം ബാഹ്യ ചികിത്സയാണ് കൊടുക്കുന്നത്. ബാഹ്യ ചികിത്സ പ്രശ്നം ആന്തരികമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് ഇവരെ തെറ്റിച്ചു കളയുന്നത് ആരാണ്? ഇവനാണ് തെറ്റിച്ചു കളയുന്നത്.